ഭർത്താവും കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണുസുധി അഭിനയത്തിലേക്ക് ഇറങ്ങിയത്. ഇതിനോടകം നിരവധി ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും രേണു അഭിനയിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ മോഡലിംഗിലും സജീവമാണ്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരത്തിന് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. ഒന്നുമല്ലായിരുന്നിടത്ത് നിന്ന് ഇത്രയൊക്കെ നേടിയെടുത്തുവെങ്കിൽ, ജീവിതം മെച്ചപ്പെടുത്തിയെങ്കിൽ അതിന് രേണുവിനെ പ്രശംസിച്ചേ മതിയാകൂ എന്നുള്ളതാണ് പിന്തുണച്ചവർ പറയാറുള്ളത്. കമന്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിക്കുന്നവരും അശ്ലീലം എഴുതുന്നവരോട് മാത്രമല്ല, തന്നോട് കടുത്ത ആരാധനയുള്ളവർ വരെ ഫോളോവേഴ്സിൽ ഉണ്ടെന്ന് പറയുകയാണ് രേണു. തന്നെ ദേവിയായി കണ്ട് ആരാധിക്കുന്ന ഭക്തനെക്കുറിച്ച് രേണു വെളിപ്പെടുത്തി. തൻ്റെ കാലിനോടും ചെരുപ്പിനോടും വരെ അയാൾക്ക് ആരാധനയാണെന്നും, നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് വരെ അയാൾ മറുപടി കൊടുക്കുന്നത് താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും രേണു പറയുന്നു. അയാളുടെ കോൾ വരുന്നത് കാണുമ്പോൾ നമ്മൾ എടുത്തു തുടങ്ങും. പക്ഷേ കോൾ എടുക്കാനാവില്ല. പുള്ളിക്ക് മെസ്സേജ് കാണുകയാണ് വേണ്ടത്. എൻ്റെ ചെരുപ്പൊന്ന് കണ്ടാൽ മതി പുള്ളിക്ക് ആശ്വാസമാകും. എപ്പോൾ തുടങ്ങിയുള്ള ആരാധനയല്ല, മാസങ്ങളായി. കരിമിഴി കണ്ണാല് എന്ന എൻ്റെ ആൽബം ഇറങ്ങിയപ്പോഴാണ് ആ പുള്ളിക്ക് ആരാധന വന്നതെന്ന് തോന്നുന്നു. അടുത്താണ് പുള്ളി വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായത്. ഞാൻ ആദ്യം കരുതി കളിയാക്കുകയാണെന്ന്. കളിയാക്കലല്ല, എല്ലാത്തിനും വന്ന് കമന്റ് ഇടും. അമ്മേ ദേവി അനുഗ്രഹിക്കമേ അമ്മേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണേ അമ്മേ, രേണുദേവി എന്നൊക്കെ മെസ്സേജ് കാണാം. ഓരോരുത്തരുടെയും ചിന്തകൾ കൊണ്ടാകും ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ദൈവമായി അയാൾക്ക് കൈയൊക്കെ കൂപ്പി തൊഴുന്നയാണ് ആരാധിക്കുന്നത്. തൊഴുത് നിൽക്കുന്ന ഫോട്ടോസ് അയച്ചു തരാറുണ്ട് അയാൾ. കമന്റ്സിലും കാണാം. പുള്ളിക്കാരൻ്റെ കമന്റുകൾ കണ്ട് വേറൊരുത്തൻ കമന്റ് ഇട്ടു, ഇത് രേണുവിൻ്റെ വേറെ അക്കൗണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുള്ളി വന്ന് പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ രേണുവിൻ്റെ ഭക്തനാണെന്ന്. ദേവി എന്നാണ് വിശേഷിപ്പിച്ചത്. എൻ്റെ ചെരുപ്പിനും കാലിനും വരെ ആരാധകരുണ്ട് എന്ന് രേണു പറയുന്നു. സെലിബ്രിറ്റീസിനോട് അന്ധമായ ആരാധനയുള്ള ഒരുപാട് ഫാൻസ് ഉണ്ട്. നടിമാരുടെ പേരിൽ അമ്പതം വരെ പണിഞ്ഞ ഫാൻസുള്ള രാജ്യമാണ് ഇന്ത്യ. നടി ഹണി റോസിനായി തമിഴ്നാട്ടിൽ ആരാധകർ ക്ഷേത്രം പണിതിട്ടുണ്ട്. ഒരു സ്വകാര്യ ചാനലിൻ്റെ ഗെയിം ഷോയിലാണ് ഹണി റോസ് തൻ്റെ പേരിൽ അമ്പലം പണിത കാര്യം വെളിപ്പെടുത്തിയത്. തൻ്റെ ആദ്യ സിനിമയായ ബോയ് ഫ്രണ്ട് മുതൽ സ്ഥിരമായി ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുന്ന തമിഴ് ആരാധകർ എല്ലാ സിനിമയും കണ്ട് അഭിപ്രായം പറയാറുണ്ടെന്നും, അദ്ദേഹമാണ് ക്ഷേത്രം പണിതതെന്നും ഹണി റോസ് വെളിപ്പെടുത്തി. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആരാധനെ പാണ്ടി എന്നാണ് വിളിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഇഷ്ടമാണെന്നും ഹണി റോസ് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഹണി റോസിന് മാത്രമല്ല, അവതാരകനും പാചകവിദ്യയുമായ ലക്ഷ്മി നായരുടെ പേരിലും തമിഴ്നാട്ടിൽ അമ്പലമുണ്ട്. ലക്ഷ്മിയുടെ പിറന്നാൾ ദിവസം അവിടെ പ്രത്യേക പൂജയും പായസ വിതരണം നടക്കാറുണ്ടത്രേ. ഇത്രയും ക്ഷേത്രം കാണാനായിട്ടില്ല. ഒരു തവണ അവിടെ പോയി കാണണമെന്നും ലക്ഷ്മി നായർ പറഞ്ഞിരുന്നു. വിധവയായ സ്ത്രീ ഗ്ലാമർ വേഷം ധരിക്കുന്നു, പ്രണയരംഗങ്ങൾ അഭിനയിക്കുന്നുവെന്ന് ആരോപിച്ചാണ് രേണുവിന് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിക്കുന്നത്. എന്നാൽ താരം അതിനൊന്നും ഇപ്പോൾ കാര്യമാക്കുന്നില്ല.